വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA സ്റ്റുഡൻസിന്റെ ഭാഗത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 2017-18 അഡ്മിഷൻ സ്റ്റുഡൻസിന്റെ വൺ ടൈം സപ്ലിമെന്ററി എക്സാം എപ്പോഴായിരിക്കും ഉണ്ടാകുക? സോ അതിന്റെ കൂടെ തന്നെ ഒരുപാട് കുട്ടികൾക്കുള്ള മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ 4 ഇയർ UG പ്രോഗ്രാം ആയില്ലോ, 3 ഇയർ മാറി 4 ഇയർ ആയി. അതുകൊണ്ട് തന്നെ ഇനി വൺ ടൈം എക്സാം നടക്കില്ലേ? മേഴ്സി ചാൻസ് എന്ന് പറയുന്ന ഈ വൺ ടൈം സപ്ലിമെന്ററി എക്സാം നടത്തില്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികൾ ആശങ്കയിലാണ്. കുറെ നാളുകളായിട്ട് ഇതുവരെയായിട്ട് അവരുടെ ഈ പറയുന്ന വൺ ടൈം വിളിച്ചിട്ടില്ല. പല കുട്ടികൾക്കും ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു ജോബിലോട്ടോ അതല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകണം എന്നുണ്ട്. സോ ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. എല്ലാ അഡ്മിഷൻ സ്റ്റുഡൻസിന്റെയും ക്ലാസ്സസ് നമ്മുടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി, 4 ഇയർ UG ആയി എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് വൺ ടൈം സപ്ലിമെന്ററി എക്സാം ആസ് യൂഷ്വൽ യൂണിവേഴ്സിറ്റി പ്രോപ്പറായിട്ട് തന്നെ നടത്തും. അതും ഇതായിട്ട് ഒരു ബന്ധമില്ല. അതാണ് ആദ്യം പറയാനുള്ള കാര്യം. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത്, വൺ ടൈം സപ്ലിമെന്ററി എക്സാം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വൺ ടൈം സപ്ലിമെന്ററി ആണ്. യൂഷ്വൽ ചാൻസ് കഴിഞ്ഞ് ഇനി കോഴ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി നൽകുന്ന ചാൻസിനെയാണ് ഈ പറയുന്ന വൺ ടൈം സപ്ലിമെന്ററി എന്ന് പറയാം. ഇപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റീസ് അതിനെ മേഴ്സി ചാൻസ് എന്നും പറയും. ദയ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു ദയ തരാണ്, മേഴ്സി ചാൻസ് അല്ലെങ്കിൽ വൺ ടൈം സപ്ലിമെന്ററി എന്ന് പറയും. അപ്പൊ അത് നമുക്ക് യൂഷ്വൽ ഉണ്ടാകുന്ന പോലെ ഇപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ ഉണ്ടാകും എന്ന് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. ഇപ്പൊ യൂഷ്വൽ എക്സാംസ് എന്ന് പറയുന്ന എല്ലാ വർഷവും ഉണ്ടാകും, നമുക്കറിയാം. ഈ മാസം ഈ സെമസ്റ്ററിന്റെ എക്സാംസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വൺ ടൈം സപ്ലിമെന്ററി ഏകദേശം ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടാകും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ 17-18 അഡ്മിഷൻ സ്റ്റുഡൻസിന്റെ വൺ ടൈം എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചാലും അവർക്കും പ്രോപ്പർ ആയിട്ടുള്ളൊരു മറുപടി നൽകാൻ സാധിക്കില്ല. അപ്പോൾ ഉണ്ടാകും, നമ്മൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഏകദേശം വരാൻ ഒരു സാധ്യത എപ്പോഴായിരിക്കും എന്നുള്ളത്, അതിൻ്റെ ഒരു സാധ്യത എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വൺ ടൈം സപ്ലിമെന്ററി എക്സാംസ് എന്ന് പറയുന്നത് 14, 15, 16 അപ്പൊ മോസ്റ്റ്ലി അത് കഴിഞ്ഞാലായിരിക്കും 17, 18 വരാൻ സാധ്യത. 14, 15, 16 2 സെമസ്റ്ററുകൾ, സെക്കൻഡ് സെമസ്റ്ററും 4th സെമസ്റ്ററും ആണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ബാലൻസ് സെമസ്റ്ററുകൾ അവരുടെ നടക്കാറുണ്ട്. അപ്പൊ അത് ഏകദേശം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ മിക്കതും വിളിക്കാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ വിളിക്കും എന്തായാലും നമ്മൾ 2025 അവസാനമോ അതല്ലെങ്കിൽ 2026 ആ ഒരു ടൈം പീരീഡ് ആയിട്ട് വിത്തിൻ 2 ഇയേഴ്സിന്റെ ഉള്ളിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാം. പിന്നെ ഇത് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏത് സെമസ്റ്ററിലാണ് സപ്ലി ഉള്ളതെങ്കിൽ ആ സെമസ്റ്ററിന് വേണ്ടിയിട്ട് അത് ഏത് ഓർഡറിലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ 14, 15, 16 സെക്കൻഡ് സെമസ്റ്ററാണ് ആദ്യം വിളിച്ചത്, അതിനുശേഷം 4th ആണ് പിന്നെ കഴിഞ്ഞത്. അപ്പോൾ ഓർഡറും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എക്സാംസ് ഉണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഡർ ആവില്ല. എന്തായാലും ഒരു 2 വർഷത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വൺ ടൈം സപ്ലിമെന്ററി ഒക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇനി ഇതിന്റെ കൂടെ മറ്റൊരു ചോദ്യം കൂടി, പല കുട്ടികൾക്കും അപ്പോൾ ഇത്ര ടൈം പീരീഡ് ഒക്കെ വെയിറ്റ് ചെയ്യണ്ടേ, നമുക്ക് വേറെ ഇപ്പോൾ ഹയർ സ്റ്റഡീസിനോ ജോലിക്കൊക്കെ പോകണം. അപ്പൊ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് ഉള്ള വല്ല പോസിബിലിറ്റി ആദ്യമൊക്കെ കുട്ടികൾ ചെയ്യാറില്ല. ബട്ട് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള വാലിഡിറ്റി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും അതിനുള്ള വാലിഡിറ്റി ഇല്ല. പിന്നെ നമ്മൾ ഇപ്പോൾ നിങ്ങൾ എത്ര പേപ്പർ പാസ്സായിട്ടുണ്ട്, ദെൻ ഒരു പേപ്പർ 2 പേപ്പർ അങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പേപ്പേഴ്സ് എഴുതേണ്ടതായിട്ട് വരും. ദെൻ അത്
നമുക്കൊരു വാലിഡിറ്റി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആ യൂണിവേഴ്സിറ്റിയുടെ എന്നുള്ളത് ഉറപ്പാക്കും വേണം. ദെൻ നമുക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഹയർ സ്റ്റഡീസിന്, ജോലിയിലേക്ക് ഒക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ യൂസ്ഫുൾ ആവും എന്നുള്ളത് ഉറപ്പാക്കും വേണം. കുറേ കുട്ടികൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ ഇത് നടത്തിയിട്ട്, ആദ്യമല്ല പറയണം ഇപ്പോഴത്തെ, ആദ്യം പലപ്പോഴും അതിന് വാലിഡിറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ബട്ട് ഇപ്പോൾ പലപ്പോഴും അത് നടക്കുന്നില്ല ക്രെഡിറ്റ് ട്രാൻസ്ഫർ. കാരണം അതിന് വാലിഡിറ്റി പലപ്പോഴും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. ദെൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് യൂണിവേഴ്സിറ്റിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യണത് അല്ലെങ്കിൽ അതിന് വാലിഡിറ്റി ഉള്ളത് എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ചെയ്യാം. ഇപ്പം നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുമ്പോൾ ആദ്യത്തെ പോലെ നടക്കാത്തതുകൊണ്ടും വാലിഡിറ്റി പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടും നമ്മളതിനെ എന്താണ് പറയുക ചെയ്തു കൊടുക്കാറില്ലേ, നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2-3 ചോദ്യങ്ങളാണ് വൺ ടൈം സപ്ലിമെൻ്ററിനെ റിലേറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടായേ. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.